നേഹ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ജർമ്മനി വന്നിട്ട് എത്ര നാളായി? എൻ്റെ പേര് നേഹ. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി. ഞാൻ ആർക്കിടെക്റ്റാണ്. ഞാൻ ബാച്ചിലേഴ്സ് നാട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ഹിയർ. മാസ്റ്റേഴ്സ് 2 ഇയർ കോഴ്സായിരുന്നു. അപ്പോൾ ഞാൻ നേഹയെ കണ്ടപ്പോൾ ഏറ്റവും ഭയങ്കര സർപ്രൈസ്ഡ് ആയ ഒരു കാര്യം, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നേഹ ഒരു ദിവസം പോലും ഒന്ന് വെറുതെ ഇരുന്നിട്ടില്ല. പിറ്റേ ദിവസം തന്നെ ജോബിന് കയറുക ചെയ്തത്, അതും ആർക്കിടെക്ട് ഫീൽഡിൽ തന്നെ. ആ ബാച്ചിലേഴ്സ് കഴിഞ്ഞു വന്നു, പഠിച്ചു, പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അപ്പം ആ ഒരു ജേണി എന്തായിരുന്നു? ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് സർപ്രൈസിങ് ഫോർ മീ ആസ് വെൽ. കാരണം ഇവിടെ അങ്ങനെ ആർക്കിടെക്ചർ ഫീൽഡ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ലാംഗ്വേജ് പ്രോബ്ലംസ്, ജർമ്മനിലെ എല്ലാ ഡോക്യുമെൻറ്റ്സ് സോഫ്റ്റ്വെയർസ് എല്ലാം ജർമ്മൻ ആയതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഞാനിവിടെ വന്നിട്ട് ആദ്യം ഒരു 6 months ആയി വർക്ക്ഡ് ഇൻ ആമസോൺ പാർട്ട് ടൈം ആയിട്ട്. അത് കഴിഞ്ഞ് പാർട്ട് ടൈം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പാർട്ട് ടൈം ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോയെന്ന് ഞാൻ ട്രൈ ചെയ്തു. അപ്പം അങ്ങനെ അപ്ലിക്കേഷൻസ് അയച്ച് എനിക്ക് ഒരു ഫേമിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റായിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കുന്ന അത്രയും സമയം ഒരു ഓൾമോസ്റ്റ് 1.5 years പാർട്ട് ടൈം ആയിട്ട് ആ ഓഫീസിൽ വർക്ക് ചെയ്തു. അപ്പോൾ അത് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. എന്നിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം അവരെന്നെ ഫുൾ ടൈം ആയിട്ട് അവിടെ ഹയർ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ജോബ് ചേഞ്ചിന് മുന്നേ ഒരു 2 years എക്സ്പീരിയൻസ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ, ജർമ്മനി തന്നെ. അപ്പോൾ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ്, ഇവിടെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, പിന്നെ ലാൻഡ്സ്കേപ്പിലായാലും മെറ്റീരിയൽസ് എന്തൊക്കെ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കുറേ പഠിക്കാൻ പറ്റി, ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് ആഡ് ഓൺ പുതിയൊരു ജോബ് നോക്കുന്ന സമയത്ത്. അങ്ങനെയാണ് ആക്ച്വലി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയത്. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് പാർട്ട് ടൈം ജോബായിരുന്നോ വർക്ക് സ്റ്റുഡൻ്റ് ആയിരുന്നോ? ഇല്ല, വർക്ക് സ്റ്റുഡൻ്റ് അല്ല, പാർട്ട് ടൈം ജോബായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ വീക്ക്ലി നമ്മൾ 20 hours ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അതേപോലെ അപ്പം ഒരു 2.5 അല്ലെങ്കിൽ 3 days വർക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ഒരു മന്തിൽ വർക്ക് ചെയ്യുന്നതായിട്ട് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് കയറിയ സമയത്ത് ജർമ്മൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആക്ച്വലി ജർമ്മനിയിൽ വരുന്ന സമയത്ത് എനിക്ക് ജർമ്മനിയേ ഇല്ലായിരുന്നു. എനിക്കങ്ങനെ അധികം ജർമ്മനിയിൽ അറിയുന്ന ആൾക്കാരും ഇല്ലായിരുന്നു. അപ്പോൾ ദർ വാസ് നോബഡി ടു ഗൈഡ് മീ ആൻഡ് ടു ടെൽ മീ ജർമ്മൻ പഠിച്ചിട്ട് വരണം അങ്ങനെയൊന്നും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് കോഴ്സിലത്തെ ഒരു ഭാഗമായിട്ട് നമുക്ക് ജർമ്മൻ എലക്റ്റീവ് എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ 2 സെമസ്റ്ററിൽ ഞാൻ A1 A2 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ദാറ്റ് വാസ് ഗുഡ്. അത് ഞാൻ A1 ചെയ്ത സമയത്ത് ഓൺലൈനായിരുന്നു, കോവിഡ് കാരണം. അപ്പം ഞാൻ ജർമ്മനിയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് A1 ഉണ്ടായിരുന്നു, വിച്ച് വാസ് റിയലി ഹെൽപ്ഫുൾ. കാരണം നമ്മളൊന്നും അറിയാതെ ജർമ്മനിയിൽ ജർമ്മൻ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സിറ്റീസ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവിടെ കുറച്ച് പേര് ഇംഗ്ലീഷ് സംസാരിക്കുകയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ചെറിയ ചെറിയ സിറ്റീസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള സ്ഥലത്തൊന്നും നമുക്ക് എല്ലാവരും ജർമ്മൻ അല്ലേ പറയും, ഇംഗ്ലീഷ് പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് ജർമ്മൻ കുറച്ചെങ്കിലും അറിയുന്നത് വളരെ നല്ലതാണ്. ജർമ്മൻ ഇല്ലാത്തതുകൊണ്ട് ഈ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ആക്ച്വലി എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ബാക്കി എനിക്കറിയുന്ന കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ജർമ്മൻ ഇല്ലാത്തതൊരു വലിയ ബാരിയറാണ്. നമുക്കൊരു B1 അല്ലെങ്കിൽ B2 ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഓഫീസസിൽ പോയാലും നമ്മൾ ജർമ്മൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ബാക്ക് എൻഡ് വർക്കിൽ മാത്രമായി ഇപ്പോൾ. നമുക്ക് ഒരു B1 അല്ലെങ്കിൽ B2 ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റിങ്സിന് പോവാം, ക്ലയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഹാവിങ് ജർമ്മൻ ഇസ് ഓൾവേസ് എൻ അഡ്വാൻറ്റേജ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ആർക്കിടെക്റ്റ് കൂടാതെ പ്രൊജക്ട് മാനേജ്മെൻറ്റിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ജർമ്മൻ, അപ്പം ആ പ്രൊജക്ട് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ജർമ്മൻ ഉണ്ടോ അതോ ഇംഗ്ലീഷിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫേമിലാണ്. എൻ്റെ കൊളീഗ്സ് കൂടുതലും ഇൻ്റർനാഷണൽ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് അത്രയും ജർമ്മൻ്റെ ഒരു യൂസ് ഇവിടെ വന്നിട്ടില്ല. കാരണം എൻ്റെ പ്രോജക്ട്സ് കൂടുതലും ഏഷ്യ, ആഫ്രിക്ക ഒക്കെ ബേസ്ഡ് ആയിട്ടാണ്. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് പ്രോജക്ട്സ് ഉണ്ട് ജർമ്മനിയിൽ. പക്ഷെ അത് കൂടുതലും ജർമ്മൻ അറിയുന്നവരാണത് ഹാൻഡിൽ ചെയ്യാറ്. അല്ലെങ്കിലും ഞങ്ങൾ ഓഫീസിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ബാക്ക് എൻഡ് വർക്കിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോസ് ആയിരിക്കും സൈറ്റിൽ പോകുന്നത്. അപ്പോൾ അത്രയും ജർമ്മൻ്റെ ആവശ്യം വരാറില്ല. ഇനി ജർമ്മൻ പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? ഓ യെസ് യെസ്, ഓഫ് കോഴ്സ്. ജർമ്മൻ പഠിക്കാതെ ഇവിടെ രക്ഷയില്ല. നമ്മളിപ്പോൾ ഇനി ഈ ജോബ് തന്നെ എത്ര കാലം കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ജോബ് ചേഞ്ചിനൊക്കെ നമ്മൾ നോക്കും. ആ സമയത്ത് എപ്പോഴും നമുക്ക് ഈ ഭാഗ്യം കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ജർമ്മൻ എന്തായാലും വേണം, ഒരു B2 വരെയെങ്കിലും വേണം, മിനിമം വേണം. യെസ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ജോബ് കയറിയപ്പോഴേക്കും നമുക്ക് ബ്ലൂ കാർഡ് സാലറി ഉണ്ടായിരുന്നു?
ഇല്ല ഇല്ല, ആദ്യം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ വളരെ കുറവായിരുന്നു സാലറി. കാരണം ഒന്ന് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫുൾ ടൈം ആയതുകൊണ്ടുള്ള ഒരു ചേഞ്ചിലും, പിന്നെ അതൊരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫേമായിരുന്നു. അതുകൊണ്ട് വളരെ സാലറി കുറവിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോബ് ചേഞ്ച് ചെയ്ത് ന്യൂറംബർഗിലേക്ക് വന്നപ്പം ബ്ലൂ കാർഡ് സാലറിയിലേക്ക്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു ബ്ലൂ കാർഡ് സാലറി ഹോൾഡറായി? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തത്. ഇപ്പം അതില്ലായിരുന്നു, ഞാൻ ഫ്രഷറായിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നെങ്കിൽ പ്രോബബ്ലി ഐ വുഡ് നോട്ട് ഗെറ്റ് ദിസ് മച്ച് സാലറി. പിന്നെ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റി. നമ്മളിപ്പം ഒരു കുഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇത്ര സാലറി കിട്ടണമെന്നില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ബേർലിനിലായിരുന്നു. അവിടെ വളരെ സാലറി കുറവായിരുന്നു. എനിക്കറിയുന്ന മിക്ക ആർക്കിടെക്ട്സിനും ആ ഏരിയയിൽ ദ റേഞ്ച് ഓഫ് സാലറി എനിക്ക് കിട്ടുന്നത് തന്നെയായിരുന്നു ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് സാലറി ഈസ് ഓൾവേസ് വെരി ലെസ്. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് കൂടുള്ളൂ. നിങ്ങളുടെ കൂടെ പഠിച്ചവർ ഇപ്പം ആക്ച്വലി എന്ത് മാസ്റ്റേഴ്സ് ആയിരുന്നു എടുത്തത്? ഞങ്ങൾക്കിവിടെ ആർക്കിടെക്ചർ ഫീൽഡിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർ ഡിസൈൻ ഇൻ ആർക്കിടെക്ചറിൻ്റെ തന്നെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഞാൻ കൺസർവേഷൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. കൂടുതൽ കൾച്ചർ റിലേറ്റഡ്, റിസർച്ച് റിലേറ്റഡ് ആയിരുന്നു. നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ആക്ച്വലി അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ബാച്ചിലേഴ്സ് പഠിച്ച് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 months പോർട്ട്ഫോളിയോ ചെയ്യാനുള്ളൊരു ബ്രേക്ക് എടുത്തു. പോർട്ട്ഫോളിയോ നല്ലതായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ ഒരു അപ്രോക്സിമേറ്റ്ലി 5 months ഞാൻ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോയി. അപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അത് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ജോബിന് അപ്ലൈ ചെയ്തപ്പോഴുമൊക്കെ എനിക്കതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം നമ്മൾ പഠിപ്പിക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പേരെ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്കില്ലുണ്ടെന്നുള്ള രീതിയിൽ അതൊരു ഹെൽപ്ഫുൾ കാര്യമായിരുന്നു നമുക്ക് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനി എക്സ്പീരിയൻസ് ഇസ് ഓൾവേസ് എൻ എക്സ്പീരിയൻസ്. സോ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഇഫ് യു ഹാവ്. ഇനി ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വരുന്നവരോട് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ജർമ്മൻ പഠിക്കുക. എന്തൊക്കെയാണെങ്കിലും ജർമ്മൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഞാൻ ഇത്രയും കാലം, ഇപ്പം ഞാൻ 3 years ആയി വന്നിട്ട്, ഈ 3 years ഞാൻ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിലല്ല കാര്യം, നമ്മുടെ ജർമ്മനിലാണ് കാര്യം. ജർമ്മൻ ഉണ്ടെങ്കിൽ സ്കില്ലില്ലാത്തവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കൂടുതലാണ്. കാരണം ബാക്കി സ്കിൽസ് എല്ലാം നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ഒരു 3 മാസം പ്രൊബേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ 6 months പ്രൊബേഷൻ ഉണ്ടാവും. ആ 3 to 6 months ഉള്ളിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയറും പഠിക്കാം, അല്ലെങ്കിൽ ഏത് സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ജർമ്മൻ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതിലാണ് നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ പറ്റുക. കൊളീഗ്സ് ഒക്കെ എങ്ങനെയുണ്ട്? വേറൊരു രാജ്യത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് അവരായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളെല്ലാം? ആക്ച്വലി നാട്ടിലത്തെ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ കൊളീഗ്സ് വളരെ പ്രൊഫഷണലി ആണ് നമ്മുടെ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. നമുക്ക് നാട്ടിലിപ്പം ആർക്കിടെക്ട്സ് ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇറ്റ് ഈസ് വെരി ഇങ്ങനൊരു ടൈം ബേസ്ഡ് വർക്ക് ഒന്നുമല്ല. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ പണി തീരുന്നവരെ ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് നാട്ടിൽ. പക്ഷേ ഇവിടെ വളരെ പ്രൊഫഷണലായിട്ട് 9 to 5 ആണെങ്കിൽ 9 to 5 മാത്രം വർക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത് ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും വളരെ പ്രൊഫഷണലായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ ജർമ്മനി ആയതുകൊണ്ടായിരിക്കും അത്ര ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. നമുക്ക് നമ്മുടെ ഒരു വാല്യൂ തന്നിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. നമുക്ക് അവരായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓ യെസ്. അവർ ദേ എൻകറേജ് അസ് ടു സ്പീക്ക് മോർ ഇൻ ജർമ്മൻ അങ്ങനെ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ A2 കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തത് ഈ ഓഫീസിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് 2 years. കാരണം ഞാൻ അവിടെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജർമ്മനിലാണ്. അപ്പം ഒരു ബേസിക് കമ്മ്യൂണിക്കേഷനുള്ള പേടി അങ്ങ് മാറും ഇവരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ. വന്ന സമയത്ത് ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓ യെസ്. ആക്ച്വലി ഞാൻ ജോബ് ചേഞ്ച് ചെയ്തപ്പം എനിക്ക് ആ വ്യത്യാസം 0 സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. കാരണം പ്രൊജക്ട് മാനേജ്മെൻറ്റ് എനിക്ക് അത്രയും റിലേറ്റഡ് ഒരു ഫീൽഡായിരുന്നില്ല. പക്ഷെ ഞാൻ സ്റ്റിൽ ഐ ചോസ് ടു ഡു ഇറ്റ്. പക്ഷേ ഐ കുഡ് ഫീൽ ദ ഡിഫറൻസ്. ഞാൻ മുമ്പത്തെ ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു 1 year കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആ ഒരു അപ്രോച്ചും നമുക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പം നമ്മുടെ അടുത്തുള്ള അവരുടെ ഒരു അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഇച്ചിരി കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും.
ഈസി ആയിട്ട്. സോ ഇനിയൊരു സാലറി ഹൈക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടോ? അത് മീൻസ് സാലറി ഹൈക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളത് യൂഷ്വലി ആർക്കിടെക്ട് സൈഡിലൊക്കെ? ആർക്കിടെക്ട് സൈഡിൽ സാലറി ഹൈക്ക് പ്രോബബ്ലി നമ്മൾ കോൺട്രാക്ട് ഇനിഷ്യലി സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രോബബ്ലി 1 ഇയർ കഴിയുമ്പം ഇത്രയും % ഇൻക്രീസ് അങ്ങനെയായിരിക്കും. ഇപ്പം ചില ഫേംസിൽ എന്താണ് 12 മന്ത്സിന് പകരം 13 മന്ത് സാലറി അങ്ങനത്തെ ഇത് കൊടുക്കും. ഇപ്പം എൻ്റെ ആദ്യത്തെ ഫേമിൽ അങ്ങനെ സാലറി ഹൈക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ രണ്ടാമത് വർക്ക് ചെയ്യുന്ന ഫേമിൽ, ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഫേമിൽ അവർ 12 മന്ത്സ് അല്ലാതെ 13 മന്ത് സാലറി അങ്ങനെ തരുന്ന ഒരു സ്കീമാണ് അവർ ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഏത് ഫേം കിട്ടുന്നതനുസരിച്ചിരിക്കും, നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. നിങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും തന്നെ ജോബ് കിട്ടിയോ? ഓ ഇല്ല, ആക്ച്വലി മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യണം, പക്ഷേ എക്സ്പീരിയൻസ് കാരണമാണ് ഇത്രയും ഈസി ആയിട്ട് കിട്ടിയത്. ബാക്കി എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു 1.5 ഇയേഴ്സ് ജോബ് സീക്കർ വിസ ഉണ്ടാവുമല്ലോ. ആ ജോബ് സീക്കർ വിസ തീരാറാവുന്ന സമയത്തൊക്കെയാണ് പലർക്കും ജോലി കിട്ടിയത്. ചിലർക്ക് ഇപ്പോഴും ആ ജോബ് സീക്കർ വിസ തീരാറായിട്ടും ജോലി കിട്ടിയിട്ടില്ല, കഴിഞ്ഞിട്ടും ജോലി കിട്ടിയിട്ടില്ല. പിന്നെ അവരിങ്ങനെ സ്പൗസ് വിസയിലേക്ക് മാറി ഇവിടെ കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല. സോ ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. എക്സ്പീരിയൻസ് ഇൻ ജർമ്മൻ വെച്ചാണ് പിന്നെയും ഓപ്പർച്യൂണിറ്റി കൂടുതൽ. ഇപ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഈ ഒരു എക്കണോമിക് കയറാനുള്ള ചാൻസസ് ഉണ്ടോ? നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു ഇത് വെച്ച് എന്താണ് പറയുന്നത്? ആക്ച്വലി ഇൻ്റർനാഷണലി നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം ഇങ്ങനെ സൗദി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറേ പ്രൊജക്ട്സ് പുതിയത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെയൊക്കെ പ്രൊജക്ട്സിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഒരു പാർട്ടിൻ്റെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വരുന്നുണ്ട്. ജർമ്മനിയിൽ സ്പെസിഫിക്കലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ യെസ്, ഇറ്റ് കുഡ് ബി ബെറ്റർ. യെസ്. ഇപ്പം നാട്ടിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇപ്പം ആർക്കിടെക്ട് കഴിഞ്ഞു, എക്സ്പീരിയൻസ് ഒന്നുമില്ല, ലാംഗ്വേജ് പഠിക്കാൻ മൂടില്ല. ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ്? നമ്മൾ നാട്ടിലിപ്പോൾ ബാച്ചിലേഴ്സ് ആർക്കിടെക്ട് കഴിഞ്ഞു, പക്ഷെ എക്സ്പീരിയൻസിനൊന്നും പോയില്ല, നേരെ മാസ്റ്റേഴ്സ് പഠിക്കാൻ ജർമ്മനി വന്നു. പക്ഷേ ഇത് ലാംഗ്വേജും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഇതൊന്ന് കയറി പറ്റാനുള്ള പ്രോബബിലിറ്റി അല്ല ചാൻസസ് എന്തായിരിക്കും? കിട്ടുമോ? ഞാൻ ആക്ച്വലി ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം എനിക്കധികം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ പോലെ ലാംഗ്വേജും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കോഴ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ലാംഗ്വേജിനും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്താൽ ചാൻസസ് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇവിടെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് കിട്ടാത്തത്. കാരണം ഇവിടെ ജർമ്മനിയിലെ ആൾക്കാർ ജർമ്മൻ നേറ്റീവ്സ് ആർക്കിടെക്ചർ പഠിച്ച് ഇതിനകത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ഫോറിനേഴ്സാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ലാംഗ്വേജിൻ്റെ ബാരിയർ കാരണമാണ് ജോലി ആർക്കും കിട്ടാത്തത്. അപ്പം ലാംഗ്വേജ് തന്നെ എല്ലാ ഇതിൻ്റെയും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഈസ് ലാംഗ്വേജ്. അതുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. ഇന്ത്യൻസ് വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ കൂടെ? എൻ്റെ ഈ ഫേമിലില്ല, പക്ഷെ മുമ്പത്തെ ഫേമിൽ ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. എൻ്റെ സീനിയർ തന്നെയായിരുന്നു. അപ്പോൾ നല്ല ഇതുപോലെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് കയറിയ സമയത്ത് ഹി വാസ് വർക്കിംഗ് ദർ ആസ് ഫുൾ ടൈം ആർക്കിടെക്ട്. അപ്പം വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയുണ്ട് ജർമ്മനിയുടെ? ഈ ജർമ്മനിയിൽ ഞാൻ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. കാരണം ഞങ്ങളുടെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 2 ഫേംസിലും 9 to 5 അല്ലെങ്കിൽ 8 to 5 ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക്. അപ്പോൾ നല്ലത്, നമ്മൾ അതിൻ്റെ എക്സ്ട്രാ ആയിട്ടൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റിന് എക്സ്ട്രാ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്കത് വേറെ ഏതെങ്കിലും ദിവസം കുറയ്ക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി ടൈം ബൗണ്ടായിട്ട് നമുക്ക് പ്രഷറില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ. അപ്പം നല്ല വർക്ക് ലൈഫ് ബാലൻസ്. നമുക്ക് 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കുറേ ടൈം കിട്ടും. ഹോം ഓഫീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി എൻ്റെ ഓഫീസിൽ ഹോം ഓഫീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ പ്രോജക്ട്സിൽ ഇപ്പോൾ ഡിസൈനൊക്കെ ആണെങ്കിൽ എന്നും അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സ് പോകാം, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് കുറേ സ്കിൽസ് കാണുമല്ലോ. അപ്പം നമ്മൾ ഒരു ആർക്കിടെക്ട് ഫീൽഡിൽ വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ വരുന്ന ആൾക്ക് എന്തൊക്കെ സ്കിൽസാണ് അതർ ദാൻ ജർമ്മൻ വേണ്ടത്? അതർ ദാൻ ജർമ്മൻ ഇവിടെ നമ്മൾ കൂടുതലും സോഫ്റ്റ്വെയർസ് ആയിരിക്കും അവർ നോക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ സ്കിൽസിനകത്ത് നമ്മൾ നാട്ടിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓട്ടോക്യാഡ്, സ്കെച്ചപ്പ്, ലൂമിയോൺ, അങ്ങനെ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ് ആ സോഫ്റ്റ്വെയർസ്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്ന
ബാക്കി ആരും ഇതായിട്ടില്ല എന്നല്ല, നമ്മളല്ലാതെ റെവറ്റ് അങ്ങനെയൊക്കെ ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് ഈ ഓട്ടോ ക്യാഡ് അതൊക്കെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒത്തിരി സോഫ്റ്റ്വെയർസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തതായിരിക്കും ഇവിടുത്തെ ഓഫീസസിൽ അവർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾ പ്ലാൻ, പിന്നെ റൈനോ, ഗ്രാസ് ഹോപ്പർ, അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർസ് നമ്മൾ, വെക്ടർ വർക്ക്സ്, പിന്നെ ട്വിൻ മോഷൻ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് നമ്മൾ നാട്ടിലധികം യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ അതാണ് അവരുടെ സ്റ്റാൻഡേർഡായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ. സോ അങ്ങനെ എന്തൊക്കെ നമ്മളിപ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ സോഫ്റ്റ്വെയർസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എന്തൊക്കെ സ്കിൽസ് ചെയ്യാൻ അറിയാം. പിന്നെ ഡീറ്റെയിൽസ്, ഇവിടുത്തെ ഡീറ്റെയിൽസ് നാട്ടിലത്തെ ഡീറ്റെയിലിംഗ് ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ആർക്കിടെക്ട്സിനെ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, നമ്മൾ ജോയിനറി ഡീറ്റെയിൽസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിലത്തെ ഇവിടുത്തെയും ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കുറച്ചൊക്കെ അറിയാമെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമായിരിക്കും. ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഓ യെസ്. നാട്ടിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോഴ്സായിട്ട് പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഒരു ട്രയൽ വേർഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ബേസിക് ലെവലിൽ അറിഞ്ഞിരുന്നാൽ മതി. ഒത്തിരി നന്നായിട്ട് അറിയണമെന്നില്ല. ബേസിക് ലെവലിൽ അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ആ ഓഫീസിൽ തന്നെ ആ പ്രൊബേഷൻ്റെ ടൈമിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അഥവാ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുതിയതായിട്ട്? ആക്ച്വലി ഞാൻ ഈ ഫേമിൽ വന്ന സമയത്ത് എനിക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർസ് അറിയത്തില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു ഓൾമോസ്റ്റ് 3 സോഫ്റ്റ്വെയർസ് ഞാൻ പഠിച്ചു ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിൽ. പിന്നെ എനിക്ക് ഞാൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റായിട്ട് അത്രയും റിലേറ്റഡ് അല്ലാഞ്ഞതുകൊണ്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ടി വന്നു. അപ്പം അതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതിന് ഇവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. കാരണം ഇവർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറേ കാലമായി. എൻ്റെ ബോസ് എനിക്ക് തോന്നുന്നു ഒരു 30 ഇയേഴ്സായിട്ട് ഈ ഫീൽഡിലുള്ളത്. അപ്പം നല്ല ആൾ കുറേ ഹെൽപ്പ് ചെയ്യും, സോഫ്റ്റ്വെയർസിനൊക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ. അപ്പോൾ സോഫ്റ്റ്വെയർ ഇവിടെ വന്നിട്ട് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ ഡിഫറെൻറ്റ് ഫേസസ് ആയിട്ടാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഫേസസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക, എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ, അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ ഒത്തിരി പഠിക്കാൻ പറ്റും. ഈ ആദ്യം വന്നപ്പോൾ ആമസോണിൽ പാർട്ട് ടൈം പോയെന്നാ പറഞ്ഞ 6 മന്ത്, അതിനുശേഷം ഓക്കെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ആർക്കിടെക്ട് ജോബ് കിട്ടും അല്ലെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എങ്ങനെയാണ് തോന്നിയത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ ആരെങ്കിലും ഗൈഡ് ചെയ്തായിരുന്നോ? അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫീൽഡിൽ തന്നെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആമസോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂക്ക് പോയത്. അത് കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ ആമസോൺ വിട്ടത്. അങ്ങനെ അപ്പം ജസ്റ്റ് റാൻഡംലി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ കിട്ടിയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം കിട്ടിയാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. എന്നുവെച്ചാൽ ഭാഷ പഠിക്കാൻ ട്രൈ ചെയ്യില്ല, അല്ലെങ്കിൽ വേറൊരു വർക്ക് സ്റ്റുഡൻറ്റ് നോക്കത്തില്ല. വെച്ചാൽ വർക്ക് സ്റ്റുഡൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജർമ്മനി. പക്ഷേ ഈ നോക്കാതെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തതാണ്. വെച്ചാൽ ഞാൻ കണ്ടതിൽ വളരെ കുറച്ച് ആൾക്കാരിലുള്ള നെഹ. അപ്പം ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചതിൽ എന്തുമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ? ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ്. കാരണം നമ്മളിപ്പോൾ ഒരു ആമസോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫിസിക്കലി മാത്രം അവിടെ പോയി പ്രസൻറ്റായി വർക്ക് ചെയ്താൽ മതി. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്കില്ലും കിട്ടുന്നില്ല, നമ്മൾ ഒന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ആദ്യത്തെ കുറച്ച് കാലമൊക്കെ നല്ലതായിരിക്കും, പക്ഷെ നമുക്ക് പിന്നെ ലോങ് ടേമിൽ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്കിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ആ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് ഗ്രാബ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം പിന്നെ അത് നമ്മൾ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വൈ ജർമ്മനി? അത് അങ്ങനെ പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു റീസൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ റാൻഡമായിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തപ്പം ജർമ്മനീനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളതിൽ എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. ഫാമിലി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ബാലൻസ്ഡ് ലൈഫാണെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു റിവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാ. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ അയച്ചുള്ളൂ, ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കിട്ടി. അപ്പോൾ പിന്നെ വേറൊന്നും ട്രൈ ചെയ്തില്ല, ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഇന്ത്യയിലാണോ ആർക്കിടെക്ട്സിന് കൂടുതൽ സാലറി, ജർമ്മനിയിലാണോ? ഓഫ്കോഴ്സ് ജർമ്മനിയിലാണ്. ഞാൻ ഉദ്ദേശിച്ച സാലറി അല്ല, ഒരു PPR എന്ന് പറഞ്ഞൊരു റേഷ്യോ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ചിലവ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ.
നമ്മൾ ഇന്ത്യയിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. കാരണം നമ്മൾ അതിനകത്ത് ഇടുന്ന എഫേർട്ടിനുള്ള പൈസ നമുക്കൊരിക്കലും കിട്ടാത്തൊരു ഫീൽഡാണ്. കാരണം ഒത്തിരി എഫേർട്ട് ഇട്ടാലാണ് ഒരു പ്രോജക്റ്റ് നമുക്കൊരു ഫൈനൽ സ്റ്റേജ് വരെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിന് ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് പ്രൊജക്ട്സ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു പൈസയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സാലറി ഈസ് വെരി ലെസ്. നമുക്ക് അത് എത്ര കാലം വർക്ക് ചെയ്താലും അതിൽ ഒരു ലെവൽ കഴിഞ്ഞ് കൂടുതൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പം ജർമ്മനി ഈസ് വെരി ഗുഡ്. ഓക്കെ, ലാസ്റ്റായിട്ടൊരു ചോദ്യം. ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേഹ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്, പണ്ട് നാട്ടിൽ വെച്ച് ക്രിസ്മസിൻ്റെ ഡെക്കോറിൻ്റെ സസ്റ്റൈനബിലിറ്റി ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അതിൻ്റെ മോട്ടീവ് എന്താണ്? ഒരു ആർക്കിടെക്റ്റ് ആയതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത്? ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് അങ്ങനെയില്ല. എനിക്ക് ക്രാഫ്റ്റ് അങ്ങനത്തെ ആർട്ട് റിലേറ്റഡ് സാധനങ്ങളോട് വളരെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആർക്കിടെക്ചർ എന്നൊരു ഫീൽഡിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ട്രിവാൻഡ്രത്താണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്, ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്ക് എന്തെങ്കിലും ഫ്രീ ടൈം ഉള്ള സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഡ്യൂറിങ് ഡിസംബർ ആ സമയത്തായിരുന്നപ്പം ഒരു സസ്റ്റൈനബിളി നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ, നമ്മൾ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ കുറച്ച് യൂസ് ചെയ്യും, അത് കഴിഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് സസ്റ്റൈനബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലേനോടുള്ളൊരു അപ്രോച്ച് വന്നു. അതെങ്ങനെ സസ്റ്റൈനബിൾ ആക്കാമെന്ന് നോക്കി. ഒരു ചെറിയൊരു സെയിൽ എൻ്റെ തന്നെ കോളേജിലെ ഒരു പ്രൊഫസറിൻ്റെ കഫേയിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അതൊരു അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പം ആക്ച്വലി അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ജർമ്മനിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോയി. പക്ഷെ നാട്ടിലായിരുന്ന സമയത്ത് കുറച്ചങ്ങനെ സെയിലൊക്കെ നടത്തുമായിരുന്നു, വിച്ച് വാസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. നമുക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും അതിനൊക്കെ നല്ല. ഇവിടെ വരുമ്പം ഒത്തിരി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അങ്ങനത്തെ ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സ് ഓൾവേസ് ഹെൽപ്പ്. അപ്പോൾ അടിപൊളി. എന്തായാലും താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേർക്ക് ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി ഡൗട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ നിനക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കും.